സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും പ്രതികരണങ്ങളും അങ്ങനെ തുടരുമ്പോഴും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുടങ്ങാതെ നടക്കുകയാണ്. തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറന്നു. തന്ത്രി മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത്. നാളെ മേൽശാന്തി നറുക്കെടുപ്പും നടക്കുകയാണ്. ഒപ്പം തന്നെ വിവാദങ്ങൾക്ക് തുടക്കമിട്ട ആ സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിൽ പുനഃസ്ഥാപിച്ചു. ശില്പപാളിയുടെ തൂക്കത്തിൽ വർധനയുണ്ടായതായും ഭഗവാന്റെ 1 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടാലും തിരികെ പിടിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചു. മണിമുഴക്കി ശരണം വിളികളുമായി അയ്യപ്പ ഭക്തരുടെ സാന്നിധ്യം ഭഗവാനെ അറിയിച്ച് വൈകിട്ട് 4 മണിയോടെയാണ് തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നത്. തന്ത്രി മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺ നമ്പൂതിരിയാണ് തിരുനട തുറന്നത്. തുടർന്ന് മേൽശാന്തി 18ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി ജ്വലിപ്പിച്ചതിനു ശേഷമാണ് ഇരുമുടിക്കെട്ടുമായി എത്തിയ അയ്യപ്പ ഭക്തരെ 18ാം പടി കയറി ദർശനത്തിന് അവസരം നൽകിയത്. 5 മണിയോടെ ശബരിമല സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം പൂശിയ ചെമ്പുപാളികൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തിച്ചു. ഭക്തരുടെ ദർശനം തുടരുന്നതിനിടയിൽ ആദ്യം വലതുവശത്തെയും പിന്നീട് ഇടതുവശത്തെയും 2 ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശിയ ചെമ്പുപാളികൾ പുനഃസ്ഥാപിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം വിവാദമായതിനെ തുടർന്ന് ഹൈക്കോടതിയുടെ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു പാളികളുടെ പുനഃസ്ഥാപനം. തന്ത്രിയുടെയും മേൽശാന്തിയുടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരുടെയും സാന്നിധ്യത്തിലായിരുന്നു സ്വർണം പൂശിയ ചെമ്പുപാളികൾ ഉറപ്പിച്ചത്. നടപടിക്രമങ്ങളെല്ലാം ഭംഗിയായി പൂർത്തിയായി. ദ്വാരപാലക ശില്പങ്ങൾ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. തന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്ത്രിയുടെ അനുജ്ഞ വാങ്ങിയാണ് അത് പൂർത്തിയാക്കിയത്. ശുദ്ധികലശ കർമ്മങ്ങളും കഴിഞ്ഞു. അതേസമയം ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ തെരഞ്ഞെടുപ്പിനുള്ള നറുക്കെടുപ്പ് നാളെ സന്നിധാനത്ത് നടക്കും. തുലാമാസ പൂജകളുടെ അവസാന ദിനമായ 22-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ ദർശനം നടത്തും. പമ്പയിൽ നിന്നും ശബരിമലയിലേക്കുള്ള വാഹനവ്യൂഹത്തിന്റെ ട്രയൽ റണ്ണും ഇന്ന് നടന്നു. കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാഷ്ട്രപതിയുടെ സന്ദർശനത്തെ തുടർന്ന് ശബരിമലയിലും പമ്പയിലും ഒരുക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ അറസ്റ്റ് അടക്കം പുരോഗമിക്കുമ്പോൾ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ പഴയ ശോഭയോടുകൂടി പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, സന്നിധാനം.